എല്ലാവർക്കും നമസ്കാരം. ആദരണീയരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ലോക വൃക്ക ദിനമാണ്. വൃക്കകളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിനും അതോടൊപ്പം തന്നെ വൃക്ക രോഗങ്ങൾ ഏറ്റവും നല്ല നിലയിൽ അത് കണ്ടെത്തി ചികിത്സ നൽകുന്നതിനും വേണ്ടി സമഗ്രമായിട്ടുള്ള പ്രോജക്റ്റുകളാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയിൽ ഈ ഘട്ടത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇന്ന് ഈ ദിവസത്തിനൊരു സവിശേഷതയുണ്ട്. നമ്മൾ വളരെ നാളുകളായി ചർച്ച ചെയ്യുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്തൊരു പദ്ധതി ഔപചാരികമായി ലോഞ്ച് ചെയ്യുകയാണ്. കുട്ടികളിലെ ഗുരുതര വൃക്ക രോഗങ്ങളുടെ എണ്ണം സമീപകാലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ രോഗം വൈകി തിരിച്ചറിയുന്നതും അതോടൊപ്പം തന്നെ ഡയാലിസിസോ വൃക്ക മാറ്റിവെക്കൽ പോലെയുള്ള ഉയർന്ന ചെലവുകളിലേക്ക് ചികിത്സ എത്തേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഒരു വലിയ പൊതുജനാരോഗ്യ വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത്തരം ആരോഗ്യ അവസ്ഥകൾ കുഞ്ഞുങ്ങളുടെയും അതോടൊപ്പം കുടുംബങ്ങളുടെയും സാമ്പത്തികമായിട്ടുള്ളതും ആരോഗ്യപരമായിട്ടുള്ള ജീവിതങ്ങളെ വലിയ ഗൗരവമായ നിലയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഒരു പ്രോജക്റ്റ് ആരംഭിക്കുകയാണ്. സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. പ്രതീക്ഷ എന്നാണ് ഈ പദ്ധതിയുടെ പേര്. പീഡിയാട്രിക് റീനൽ അസസ്മെന്റ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻ ഇൻ കേരള സ്റ്റേറ്റ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് പ്രതീക്ഷ. PRATIKSHA. ഈ സമഗ്ര പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഈ ഒരു പദ്ധതിയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഒപ്പം നിന്ന, അതിന് ചർച്ചകൾ നടത്തി, അതിലാശയം ഒരുമിച്ച് പങ്കുവച്ച എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കുട്ടികളിലെ വൃക്കരോഗങ്ങൾ നേരത്തെ തിരിച്ചറിയുക, അതോടൊപ്പം സമയബന്ധിതമായ ചികിത്സയും ഇടപെടലുകളും സാധ്യമാക്കുക, വൃക്ക രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഗർഭകാലം മുതൽ തന്നെ ഇതിനുള്ള സാധ്യതകൾ കണ്ടെത്തി പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം ഇടുന്നത്. ഒബ്സ്റ്ററ്റിഷ്യൻ, അതുപോലെ പീഡിയാട്രിഷ്യൻ, പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ്, പീഡിയാട്രിക് സർജൻ എന്നിവരടങ്ങിയ വിദഗ്ധ സംഘത്തിൻ്റെ പരിചരണം, അതോടൊപ്പം അവരുടെ നേതൃത്വത്തിലുള്ള ഗർഭകാല ജനനാനന്തര ഘട്ടങ്ങൾ, ചികിത്സാനന്തര പരിചരണം, ഇതൊക്കെ ഉൾപ്പെടുന്ന സമഗ്രമായിട്ടുള്ളൊരു പരിചരണ പദ്ധതിയാണ് നമ്മളിതിലൂടെ ലക്ഷ്യമിടുന്നതും ഉറപ്പാക്കുന്നതും. ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ മുഖേന അപകട സാധ്യതയുള്ള കുട്ടികളെയും രജിസ്റ്റർ ചെയ്ത് ആവശ്യമായിട്ടുള്ള ചികിത്സ മെഡിക്കൽ കോളേജുകളിലേക്ക് റെഫർ ചെയ്തുകൊണ്ട് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രവർത്തന രീതി. അതിൽ തിരുവനന്തപുരം SIT പീഡിയാട്രിക് നെഫ്രോളജി ഹബ്ബായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ദേശീയ ആരോഗ്യ മിഷൻ്റെ പിന്തുണയോടുകൂടി ഗുരുതര വൃക്കരോഗം നേരത്തെ കണ്ടെത്തൽ, അതോടൊപ്പം തന്നെ രോഗത്തിൻ്റെ പുരോഗതി മന്ദഗതിയിലാക്കാനുള്ള ചികിത്സകൾ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. കൂടാതെ ആവശ്യമുള്ളവർക്ക് സമഗ്രമായിട്ടുള്ള റീനൽ റീപ്ലേസ്മെൻറ്റ് പ്രോഗ്രാമും ശക്തിപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയം വരാനിരിക്കുന്ന വർഷങ്ങളിൽ, ഇനിയുള്ള തുടർ വർഷങ്ങളിൽ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മുഖേന ഹൃദയം പോർട്ടലുമായി ഈ പദ്ധതി ബന്ധിപ്പിച്ച് കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള നിരീക്ഷണവും തുടർ പരിചരണവും ഉറപ്പാക്കുക എന്നുള്ളത് കൂടി നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 5 എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. 10 വർഷം മുമ്പ് നമ്മുടെ ലക്ഷ്യം ഇത് ഒറ്റയക്കമാക്കുക എന്നുള്ളതായിരുന്നു. അന്ന് 12 ആയിരുന്നു. ഇത് ഒറ്റയക്കമാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അത് കൃത്യമായ ഇൻ്റർവെൻഷൻസിലൂടെ, ഇടപെടലുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ അത് 5 ആക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 0 പ്രിവെൻറ്റബിൾ ഡെത്ത് എന്നുള്ളത് ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കൈവരിച്ച നേട്ടങ്ങളെ ശക്തിപ്പെടുത്തുന്ന പദ്ധതിയായിരിക്കും തീർച്ചയായിട്ടും പ്രതീക്ഷ. ഗുരുതര വൃക്കരോഗങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ചികിത്സ ഉറപ്പാക്കാനായിട്ട് നമുക്കിതിലൂടെ കഴിയും. എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ലോക വൃക്ക ദിനത്തിൽ പ്രതീക്ഷ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.